അപ്പോൾ ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് റീഡ് സ്പേസ്. ഇന്ന് നമുക്ക് റീഡിസൈൻ മൈ ഇയറിങ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ജംപ് ഇൻ. ഇതൊരു പഴയ ഒരു ഇയറിങ് ഞാൻ ചെയ്തത് തന്നെയാണ്, ഒരു വർഷമായി ഇത് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനൊന്ന് റീഡിസൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു വൈറ്റ് പെയിൻറ്റ് അടിച്ചു. അപ്പോൾ ഡിസൈൻ ചെയ്യണതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് തിങ് നമ്മളൊരു റീഡിസൈൻ ചെയ്യണമെങ്കിൽ അതിനെ ഒരു വൈറ്റ് പെയിൻറ്റ് കൊണ്ട് നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്യണം. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് അത് ഉണങ്ങണം. ഓക്കെ, ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു കോട്ടും കൂടെ കുറച്ചും കൂടെ ഇട്ടിട്ട് നമ്മൾ എഗെയിൻ വിൽ കീപ്. അപ്പോൾ എത്ര കോട്ട്സ് ഉണ്ടോ അത്രയും നല്ലത്, വൈറ്റ് കോട്ട്സ് ഉള്ളത്. ഇത് അക്ലറിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണത്. ആൻഡ് അവിടെ ചെറിയൊരു പോർഷൻ ഞാൻ മിസ്സായി. അപ്പോൾ ഞാൻ അവിടെ ഒന്നുകൂടെ ഒന്ന് ഇതാക്കി. ഓക്കെ, നൗ ആഫ്റ്റർ ദാറ്റ് ഐ തോട്ട് ഓക്കെ, ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചു, ഇനിയിപ്പോൾ മറ്റതും കൂടെ ചെയ്യണം. അൺടിൽ ദാറ്റ് ഐ വിൽ ടെൽ അബൌട്ട് ദ ഡിസൈൻ പ്രോസസ്സ്. ഓക്കെ, ഞാൻ ഇപ്പോൾ സെറ്റ് മുണ്ട് എന്ന് ഉദ്ദേശിച്ചു. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് വന്നത് വൈറ്റ് അടിച്ച കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞ വർഷം ഞാൻ ഓണത്തിനൊരു സെറ്റ് ഓഫ് ഇയറിങ്സ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു ഡിസൈനിങ് പ്രോസസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് എന്ന് പറയുന്നത് ബോർഡേഴ്സാണ്. സോ ഐ തോട്ട് ബോർഡേഴ്സ് വുഡ് ബി എ നൈസ് ഇഫക്റ്റ് എന്നെനിക്ക് തോന്നി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ലുക്ക് അപ്പോൺ റെഫറൻസ് പിക്കൊക്കെ ചെയ്യാൻ നോക്കി. ആൻഡ് ദെൻ ഒരു ഡിസൈൻ കിട്ടി. അപ്പോൾ ആ ഡിസൈനാണ് ഇപ്പം ഞാൻ ചെയ്യണത്. ഇപ്പം ചിലപ്പോൾ പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല, ബട്ട് ഇതൊരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡിസൈനാണ്. ഞാൻ അവിടെ ഇവിടെയും റെഫറൻസ് നോക്കി ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ഡു. ആൻഡ് ആക്ച്വലി ദ പെയിൻറ്റ് വാസ് നോട്ട്, എനിക്ക് തോന്നി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് കാണിക്കണ ഒരു എന്താ പറയുക സെറ്റ് മുണ്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, അങ്ങനെ ഒരു തീം എടുത്തിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ഫുള്ളി ഡ്രൈ ചെയ്യണതിന് മുന്നേ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. സോ റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ്, അതാണ് തീം. അപ്പോൾ ശരിക്കും സെറ്റ് മുണ്ടിനൊക്കെ ഇങ്ങനത്തെ തീംസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മറ്റേ ഒരു ഇയറിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ഇയറിങ്ങും അതുപോലെ ഞാൻ ചെയ്യാൻ നോക്കി. And this is how the next earring as usual same അതുപോലെ തന്നെ ചെയ്തു. And this is the final output. I hope you like the redesign process video. Until next time, thank you for joining me into this kutti vlog.